നമസ്തേ, ഞാൻ ഡോക്ടർ സുധാകരൻ നായർ. ഞാൻ ഇന്നലെ എൻ്റെ സർവീസ് സ്റ്റോറി തുടങ്ങാമെന്ന് വിചാരിച്ച് ഞാനൊരു വീഡിയോ ഇട്ടു. അതിൻ്റെ ബാക്കിയാണ് ഇന്നിടുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞു 1976 ഞാൻ ഗവൺമെൻറ് സർവീസിൽ പ്രവേശിച്ചത്. അതിനു മുമ്പ് 3 വർഷം 73 തൊട്ട് 76 വരെ ഞാൻ പ്രൈവറ്റ് പ്രാക്ടീസായിരുന്നു. എനിക്ക് സ്വന്തമായിട്ട് നഴ്സിംഗ് ഹോം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 76 ഞാൻ GRD ഏരൂരിൽ വർക്ക് ചെയ്തു ഒരു 6 മാസം. അത് കഴിഞ്ഞ് GRD മാങ്കോട് ചിതറ എന്ന് പറയുന്ന സ്ഥലത്ത് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് മൾട്ടിപർപ്പസ് ട്രെയിനിങ്ങിന് പോയി. അത് കഴിഞ്ഞിട്ട് എന്നെ കല്ലറ പ്രൈമറി ഹെൽത്ത് സെൻ്ററിലോട്ട് പോസ്റ്റ് ചെയ്തു. അവിടെ ഞാൻ ആദ്യമായി പോയത് ഫാമിലി പ്ലാനിങ് മെഡിക്കൽ ഓഫീസറായിട്ടായിരുന്നു. അപ്പം അന്ന് അവിടെ 3 ഡോക്ടർമാരുടെ പോസ്റ്റാണുള്ളത്. മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഹെൽത്ത്, മെഡിക്കൽ ഓഫീസർ ഫാമിലി പ്ലാനിങ്, പിന്നെ ഒരു സ്കൂൾ ഹെൽത്ത് മെഡിക്കൽ ഓഫീസർ. സ്കൂൾ ഹെൽത്ത് ആ വർഷം തുടങ്ങിയതേ ഉള്ളൂ, സ്കൂൾ ഹെൽത്ത് മെഡിക്കൽ ഓഫീസർ. അപ്പോൾ എൻ്റെ മോളിലുണ്ടായിരുന്ന ആ മെഡിക്കൽ ഓഫീസർ ഇപ്പോൾ ഇല്ല, മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ പേര് ശശിധരൻ നായർന്നായിരുന്നു. പിന്നെ എൻ്റെ കൂടെ സ്കൂൾ ഹെൽത്ത് വർക്ക് ചെയ്യുന്നത് മോഹൻദാസ് എന്ന് പറയുന്ന ഒരു ഡോക്ടറായിരുന്നു. അദ്ദേഹം ഫോറൻസിക് മെഡിസിൻ FD കഴിഞ്ഞിട്ടാണ് വന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം MS ഒക്കെ പാസ്സായി, ഇപ്പോൾ സർജനാണ്, ട്രിവാൻഡ്രത്തുണ്ട്. അപ്പം ഫാമിലി പ്ലാനിങ് ആക്ടിവിറ്റീസ് ആയിരുന്നു എൻ്റെ മെയിൻ ജോലി. അതുകൊണ്ടാണ് ഈ സബ് സെൻ്ററൊക്കെ വിസിറ്റ് ചെയ്യുക, ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുക, മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത്. അപ്പം അതിന് ആ കാലഘട്ടത്തിൽ സാധാരണഗതിയിൽ ഒരു പ്രസവത്തിൽ 3ാമത്തെ പ്രസവം കഴിയുമ്പം PPS ചെയ്യുന്നൊരു പതിവുണ്ടായിരുന്നു. 3 കുട്ടികൾ കഴിഞ്ഞാൽ മിക്കവാറും PPS ചെയ്യും. ചില ആളുകൾക്ക് 4 കുട്ടികളാകുമ്പോഴും PPS, അതായത് സ്റ്റെറിലൈസേഷൻ, ഫീമെയിൽ സ്റ്റെറിലൈസേഷൻ. എന്നാൽ ആ കാലഘട്ടത്തിൽ 2 കുട്ടികളാകുമ്പോൾ ചെയ്യണമെന്ന് ആളുകൾക്ക് നിർബന്ധം പറഞ്ഞു. അപ്പോൾ 2 കുട്ടികൾ കഴിഞ്ഞാൽ നമ്മൾ PPS ചെയ്യാറില്ല. നമ്മൾ പറയും 2ാമത്തെ കുട്ടിക്ക് 1 വയസ്സാവുന്നവരെ വെയിറ്റ് ചെയ്യുക, കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ. കാരണം PPS ചെയ്ത് കഴിഞ്ഞാൽ 2ാമത് റീകാനലൈസേഷൻ ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ്. അതുകൊണ്ട് കഴിവതും 2ാമത്തെ കുട്ടി കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ചെയ്യാൻ പറയും. അങ്ങനെയുള്ളവർക്ക് വേണ്ടി കണ്ടുപിടിച്ച ഒരു പുതിയ ശസ്ത്രക്രിയ രീതിയായിരുന്നു മിനി ലാപ്പ്. മിനി ലാപ്രോട്ടമി. അതായത് ഇൻ്റർവെൽ, അതായത് പ്രസവം കഴിഞ്ഞ് ഒരു 6 മാസം അല്ലെങ്കിൽ 1 കൊല്ലമോ കഴിഞ്ഞ് 2ാമത്തെ കുട്ടിക്ക് ഒരു പൂർണ്ണ ആരോഗ്യവാൻ അല്ലെങ്കിൽ ആരോഗ്യവതിയാണെന്ന് ഉത്തമ ബോധ്യമായി കഴിഞ്ഞാൽ മിനി ലാപ്പ് ഓപ്പറേഷൻ ചെയ്യും. അപ്പം മിനി ലാപ്പ് ചെയ്യുന്നത് തുടക്കമാണ്. അപ്പം എല്ലാ ഡോക്ടർമാരും അത്ര എക്സ്പെർട്ടല്ല. അതുകൊണ്ട് നമ്മൾ പാലോടൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്, പാലോട് വെച്ച് മിനി ലാപ്പ് ക്യാമ്പ് സംഘടിപ്പിക്കും. ഇപ്പം മിനി ലാപ്പ് ക്യാമ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ ജൂനിയർ പബ്ലിക് ഹെൽത്ത് ആക്ടിവിറ്റി, അതായത് മെയിൽ ഹെൽത്ത് വർക്കർ, ഫീമെയിൽ ഹെൽത്ത് വർക്കർ എന്നൊക്കെ പേര് മാറ്റി. അന്നത്തെ ANMസിൻ്റെയൊക്കെ പേര് ഫീമെയിൽ ഹെൽത്ത് വർക്കറാണ്. പണ്ട് ഫാമിലി പ്ലാനിങ് ഹെൽത്ത് അസിസ്റ്റൻ്റ് എന്നുള്ള പേരൊക്കെ മാറ്റിയിട്ട് മെയിൽ ആൻഡ് ഫീമെയിൽ ഹെൽത്ത് വർക്കേഴ്സിനൊക്കെ അവർക്കെല്ലാം ടാർഗറ്റ് കൊടുക്കും. അവർ കേസ് കൊണ്ടുവരും. അപ്പോൾ അന്ന് SAT ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റായിരുന്ന സൂപ്രണ്ട് ആയിരുന്ന ഡോക്ടർ സുഭദ്ര നായരായിരുന്നെന്ന് ആദ്യമായി ഈ മിനി ലാപ്പ് വന്നപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മുടെ ജോലി എന്ന് പറയുന്നത് പേഷ്യൻറ്റിനെ കണ്ടുപിടിക്കുക, എലിജിബിൾ കപ്പിൾ, അതായത് 2 കുട്ടികൾ ഉള്ള 2 or 3 കുട്ടികളുള്ളവരും ഈ PPS ചെയ്തിട്ടില്ലാത്തവരും, അതായത് ഫീമെയിൽ സ്റ്റെറിലൈസേഷൻ ചെയ്തിട്ടില്ലാത്തവരായിരിക്കണം. അവരുടെ ഹസ്ബൻഡ്, അന്ന് വാസക്ടമി വളരെ പോപ്പുലറാണ്, വാസക്ടമി ചെയ്യാത്തവരുമായിരിക്കണം. വാസക്ടമി ചെയ്ത ഭർത്താവ് വാസക്ടമി ചെയ്ത ഭാര്യയ്ക്കും നമ്മൾ മിനി ലാപ്പ് അഡ്വൈസ് ചെയ്യത്തില്ല. അങ്ങനെ എലിജിബിളായിട്ടുള്ള കപ്പിളിനെ സംഘടിപ്പിക്കുക എന്നുള്ളത് ഈ ഹെൽത്ത് വർക്കേഴ്സിൻ്റെ ജോലിയാണ്. അവർക്ക് ടാർഗറ്റ് ഉണ്ട്. അപ്പം 50, 60, 70, 100 കേസുകൾ വരെ ഈ പാലോട് ഹോസ്പിറ്റലിൽ വെച്ച് നമ്മൾ നടത്തിയിട്ടുണ്ട്. അത് മെഡിക്കൽ കോളേജിൽ നിന്ന് SAT ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജിൽ ഒരു ഫീമെയിൽ വിങ്ങാണ്, ശ്രീ ഔട്ട് എന്നാണ് ഹോസ്പിറ്റൽ. അവിടെ നിന്ന് ഡോക്ടർ സുഭദ്ര നായരുടെ കെയർ ഓഫിൽ ഒരു ടീം വരും. അവരെല്ലാ സജ്ജീകരണങ്ങളും കൂടിയാണ് വരുന്നത്. നമ്മൾ പേഷ്യൻറ്റിനെ കൊടുക്കുന്ന ജോലി മാത്രമേ നമുക്കുള്ളൂ ചെയ്ത് അന്ന് അവിടെ സ്റ്റേ ചെയ്യും. എന്നിട്ട് നമ്മുടെ ഡോക്ടർമാരും അവിടെ അന്ന് സ്റ്റേ ചെയ്യും. പിറ്റേന്ന് എല്ലാ പേഷ്യൻറ്റും ഡിസ്ചാർജ് ചെയ്യും. അത് മിനി ലാപ്പ് എന്ന് പറഞ്ഞാൽ പൊക്കിളിൻ്റെ താഴ്വശത്ത് ലാപ്രോസ്കോപ്പിക് സ്റ്റെറിലൈസേഷൻ തന്നെ, പക്ഷേ അത് അന്ന് ചെയ്ത ചെറിയൊരു ഇൻസിഷൻ ഇട്ടിട്ട് ഈ 2 ആ ട്യൂബ് കണ്ടുപിടിച്ച് അത് എക്സ്പെർട്ടായിട്ടുള്ള ഡോക്ടേഴ്സാണ് ചെയ്യാൻ എളുപ്പമുള്ളത്. ഡോക്ടർ സുഭദ്ര മാഡം 60-70 കേസ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്ത് അവരെയൊക്കെ അവിടെ കിടത്തിയിട്ട് പോകും. പിറ്റേന്ന് രാവിലെ നമ്മൾ പേഷ്യൻറ്റ് നോക്കിയിട്ട് ഡിസ്ചാർജ് ചെയ്ത് മെഡിസിൻ കൊടുക്കണം. അങ്ങനെ ഒരുപാട് ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഫാമിലി പ്ലാനിങ്ങിൻ്റെ ആക്ടിവിറ്റീസ്. ഇപ്പം പിന്നെ അങ്ങനെയുള്ള ക്യാമ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം മിനി ലാപ്പും
സ്റ്റെറിലൈസേഷനും ലാപ്രോസ്കോപ്പി സ്റ്റെറിലൈസേഷനും ഒക്കെ ഇപ്പം വളരെ വളരെ കോമണാണ്. അന്ന് മിനി ലാപ്പ് കണ്ടുപിടിച്ച ആ കാലഘട്ടമായിരുന്നു. അത് ഞാൻ ഇന്നലെ പറയാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കല്ലറ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ എനിക്ക് ഒരുപാട് നല്ല നല്ല അനുഭവങ്ങളുണ്ട്. പിന്നീട് ഞാൻ പറഞ്ഞു പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. പിന്നീട് മെഡിക്കൽ ലീഗൽ കേസെല്ലാം കൈകാര്യം ചെയ്യും. അങ്ങനെ അവിടെ നിന്ന് ഞാൻ 2-2.5 വർഷം ഇരുന്നതിന് ശേഷമാണ് കൽക്കട്ടയിൽ പോയി. അപ്പോൾ ഇന്ന് കൽക്കട്ടയിലെ കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. DTM എന്ന് വെച്ചാൽ ഡിപ്ലോമ ഇൻ ട്രോപ്പിക്കൽ മെഡിസിൻ ആൻഡ് ഹൈജീൻ. ഞാൻ പറഞ്ഞു അത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഉണ്ടാക്കിയ സ്ഥാപനമാണ്. അവിടെ ഒരുപാട് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവിടെ മലേറിയയ്ക്ക് പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റാണ്, മലേറിയോളജി. ഫൈലേറിയാസിന് പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റാണ്, ഫൈലേറിയാസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്. ബാക്ടീരിയോളജി, ചുരുക്കം പറഞ്ഞാൽ ഈ DTM 12 സബ്ജക്റ്റ് പഠിക്കാറുണ്ട്. ഈ MBBSിലുള്ള സബ്ജക്റ്റ് പോലെ തന്നെ 12 സബ്ജക്റ്റ്, ബാക്ടീരിയോളജി, പത്തോളജി, ട്രോപ്പിക്കൽ മെഡിസിൻ, അതിൽ തന്നെ ഹീമറ്റോളജി പ്രത്യേകമാണ് പഠിക്കാറുള്ളത്, മൈക്രോബയോളജി, പ്രോട്ടോസോവോളജിയൊക്കെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അങ്ങനെ നല്ല രസമാണ്. നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളത് തന്നെ, എന്നാലും ബേസിക് സയൻസ് എല്ലാം ആദ്യം തൊട്ട് പഠിക്കണം. അങ്ങനെ ഒരു വർഷത്തിൽ. അതുപോലെ ഏറ്റവും പ്രധാനമായിട്ട് ട്രോപ്പിക്കൽ മെഡിസിനോടൊപ്പം തന്നെ പഠിക്കാനുള്ളതാണ് പ്രിവെൻറ്റീവ് മെഡിസിൻ. അത് പഠിപ്പിക്കുന്നത് ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്താണ്. ഞാൻ ഇന്നലെ ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്താണ് കൽക്കട്ടയിലുള്ളത്. വലിയൊരു സ്ഥാപനമാണ് അത്. അവിടെയാണ് നമ്മൾ പ്രിവെൻറ്റീവ് മെഡിസിൻ്റെ വേറൊരു പേരാണ് ഹൈജീൻ. അതാണ് ഡിപ്ലോമ ഇൻ ട്രോപ്പിക്കൽ മെഡിസിൻ ആൻഡ് ഹൈജീൻ എന്ന് പറഞ്ഞാൽ പകുതിയും പഠിപ്പിക്കുന്നത് ഈ കമ്മ്യൂണിറ്റി മെഡിസിനാണ്, പ്രിവെൻറ്റീവ് മെഡിസിൻ. ബാക്കി ട്രോപ്പിക്കൽ മെഡിസിൻ. പിന്നെ അതോടൊപ്പം തന്നെ അവിടെ ഒരുപാട് ഹോസ്പിറ്റൽ കൽക്കട്ടയിൽ വേറെ ഭാഗത്തുണ്ട്. ഉദാഹരണത്തിന് കമ്മ്യൂണിക്കബിൾ ഡിസീസ് മാത്രമുള്ള ഹോസ്പിറ്റലുണ്ട്. അവിടെ കോളറ, ചിക്കൻ പോക്സ്, സ്മോൾ പോക്സ് ഇല്ല, അങ്ങനെയുള്ള ബാക്കിയുള്ള കമ്മ്യൂണിക്കബിൾ ഡിസീസ്. പിന്നെ നമ്മളിവിടെ കാണുന്ന പേഷ്യൻ്റെല്ലാം അവിടെ ട്രോപ്പിക്കൽ മെഡിസിനിൽ കാലാസാറ് വളരെ വളരെ കോമണാണ്. നമ്മുടെ പരീക്ഷയ്ക്ക് വയ്ക്കുന്ന ലോങ് കേസെല്ലാം ഹെപ്പറ്റോസ്പ്ലീനോമെഗാലി ആയിരിക്കും. മിക്കവാറും കാലാസാറോ അല്ലെങ്കിൽ ക്രോണിക് മലേറിയയൊക്കെ വളരെ റാമ്പൻ്റാണ്. അപ്പോൾ പനിയായിട്ട് ആര് വന്നാലും അവിടെ പനിയായിട്ട് വന്നാൽ ഇൻവേരിയബിളായിട്ട് പാരാസെറ്റമോളിനോടൊപ്പം ക്ലോറോക്വിൻ കൂടെ സ്റ്റാർട്ട് ചെയ്യും. കാര്യം മലേറിയ ആവാനാണ് സാധ്യത. പിന്നീട് മലേറിയ, ഫൈലേറിയാസ് ഉണ്ട്. പിന്നീട് കാലാസാർ, ലീഷ്മേനിയാസിസ്, അതൊക്കെ വളരെ വളരെ കോമണാണ്. പിന്നെ അവിടെ വേറൊരു ഹോസ്പിറ്റലുണ്ട്, റേബീസ് മാത്രം ചികിത്സിക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. അവിടെയൊക്കെ നമ്മൾ പോയി വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മളെ കൊണ്ടുപോകും. അങ്ങനെ ഒരു കൊല്ലത്തെ കോഴ്സാണ്. അതിൽ 10 മാസമാണ് കോഴ്സുള്ളത്, ബാക്കി 2 മാസം പരീക്ഷയാണ്. പരീക്ഷയെന്ന് പറഞ്ഞാൽ എല്ലാ സബ്ജക്റ്റിൻ്റെയും പ്രത്യേക പരീക്ഷയാണ്. പിന്നെ പ്രാക്ടിക്കലുണ്ട്. മൈക്രോബയോളജിയൊക്കെ കംപ്ലീറ്റ് പഠിക്കാനുണ്ട്. മൈക്രോബയോളജി, പത്തോളജി, പിന്നീട് കമ്മ്യൂണിറ്റി മെഡിസിൻ, ഞാൻ പറഞ്ഞത് ട്രോപ്പിക്കൽ മെഡിസിൻ കംപ്ലീറ്റ്. പിന്നീട് മാൻസൺസ് ട്രോപ്പിക്കൽ ഡിസീസ് എന്നൊരു വലിയ പുസ്തകമുണ്ട്. അതാണ് അവരുടെ ബേസിക് സിലബസ്. പിന്നെ മറ്റുള്ള പുസ്തകങ്ങളും ഡേവിഡ്സണും ഹാരിസനും ഒക്കെ പഠിപ്പിക്കും. എന്നാലും കൂടുതലും ലിവർ പ്രോബ്ലംസാണ് കൂടുതലായിട്ട് അവർ കേന്ദ്രീകരിക്കുന്നത്. ലിവറും പിന്നീട് ഈ ട്രോപ്പിക്കൽ ഏരിയ ഈ മാത്രം കാണുന്ന ഡിസീസുമാണ് നമ്മൾ കൂടുതൽ പഠിക്കുന്നത്. അപ്പം പരീക്ഷ ഒക്കെ ഭയങ്കര രസമാണ്. പരീക്ഷാ സമയത്ത് പോലീസാണ്, 2 പോലീസ് കാണും. തോക്കും മറ്റുകൊണ്ടാണ് എക്സാമിനേഷൻ കാളി നിൽക്കുന്നത്. കൂടെ സൂപ്പർവൈസ് സാറന്മാരും കാണും. നമ്മളവിടെയൊന്നും ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പറ്റത്തില്ല. തോക്കുധാരികളായ പോലീസാണ് ഈ പരീക്ഷാ ഹാളിലുള്ളത്. കാര്യം പിള്ളേരൊക്കെ കൊണ്ടുവച്ചിരുന്നു എന്നൊക്കെയുള്ള തോന്നലുള്ളതുകൊണ്ട് പോലീസ് നിർത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ പഠിച്ചപ്പോൾ എനിക്ക് 4th റാങ്ക് ഉണ്ടായിരുന്നു. 1ാമത്തെ റാങ്കും 2ാമത്തെ റാങ്ക്, 4ാമത്തെ റാങ്ക് കേരളത്തിലുള്ള കുട്ടികളെ. അങ്ങനെ ഞാൻ കൽക്കട്ടയിൽ ഒരു വർഷം താമസിച്ചു. കുറച്ച് ബംഗാളിയൊക്കെ അന്ന് പഠിച്ച് മറന്നുപോയി. എന്നാലും ഹിന്ദി കൊണ്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പം ഞങ്ങൾ താമസിച്ചിരുന്നത് മലയാളികളെല്ലാം ഒരു ഹോസ്റ്റലിലാണ് താമസിച്ചത്. ചിത്തരഞ്ജൻ അവന്യൂ എന്നാണ് ആ ഹോസ്റ്റലിൻ്റെ പേര്. ചിത്തരഞ്ജൻ അവന്യൂ എന്ന് പറയുന്ന ഒരു 3 നില കെട്ടിടമാണ്, നീളത്തിലുള്ള. അതിൻ്റെ 2ാമത്തെ 3ാമത്തെ നിലയിലാണ് പിള്ളേർ താമസിപ്പിക്കുന്നത്. ഫുഡെല്ലാം ബംഗാളി ഫുഡാണ്. അതുകൊണ്ട് ഞങ്ങൾ സാധാരണ ഫുഡ് കഴിക്കുന്നത് ഈ ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്തും ഈ ട്രോപ്പിക്കൽ മെഡിസിൻ തമ്മിൽ വ്യത്യാസം ഒരു റോഡ് മാത്രമേ ഉള്ളൂ. ആ റോഡ് മുറിച്ച് കിടക്കുമ്പം ആൾ ഇന്ത്യ അവിടെ ക്യാൻറ്റീനുണ്ട്. അവിടെ നല്ല ഫുഡ് കിട്ടും, എല്ലാ തരത്തിലുള്ള ഫുഡ് കിട്ടും. ഫിഷ് കറിയൊക്കെ കിട്ടും. ഫിഷ് കറി എന്ന് പറഞ്ഞാൽ നമ്മളിവിടുത്തെ പോലെ അല്ല, മീൻ വറുത്തതിനകത്ത് ചാറുമൊക്കെ ഉണ്ടാകുന്നത്, അതാണ് അവരുടെ ഫിഷ് കറി, മുളകൊക്കെ ഇട്ട്. അതുപോലെ തന്നെ ഈ ഉരുളക്കിഴങ്ങ് കറിയാണ് മെയിനായിട്ടുള്ള കറി. എല്ലാവർക്കും ഉരുളക്കിഴങ്ങ് കറി, സബ്ജി ഞങ്ങളുടെ അതിൻ്റെ പേര്. പിന്നെ നമ്മൾ വൈകുന്നേരം ഇടയ്ക്ക് പോയി എസ്പ്ലനേഡ് നമ്മൾ സ്ഥലമുണ്ട്, അതാണ് അവിടുത്തെ ജംഗ്ഷൻ. നമ്മുടെ കിഴക്കേ കോട്ട എന്നൊക്കെ പറയും പോലത്തെ അവിടുത്തെ വലിയൊരു ഇതാണ് എസ്പ്ലനേഡ്.
അവിടെ പോയി സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് അവിടെ പോയാൽ നല്ല ഒന്നാമതൊരു ഇഡ്ഡലി ദോശ മസാല ദോശ അതിടക്കിടയ്ക്ക് പോയി കഴിക്കുമായിരുന്നു. അങ്ങനെ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്ത് ഞാൻ പരീക്ഷയും കഴിഞ്ഞിട്ട് വന്ന് ഇവിടെ വന്നപ്പോൾ ഇവിടെ എങ്ങും വേക്കൻസി ഇല്ല. അപ്പോൾ നമ്മൾ ഈ ഒരു സെപ്റ്റംബർ മാസത്തിലാണ് ഞാൻ പരീക്ഷ കഴിഞ്ഞ് വന്നത്. അപ്പോൾ ഈ സെപ്റ്റംബർ മാസത്തിൽ വേക്കൻസി ആണ്, കാരണം ഡോക്ടേഴ്സിൻ്റെ ട്രാൻസ്ഫർ എല്ലാം ഏപ്രിൽ മെയിലാണ് നടക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു ഇവിടെ വേക്കൻസി ഉണ്ടെന്ന് നോക്കിയപ്പം കൊല്ലം ജില്ലയിൽ ഏരൂർ, ഞാൻ ആദ്യം വർക്ക് ചെയ്ത ഏരൂർ PHCയിൽ തൽക്കാലം വേക്കൻസി ഉണ്ട്, അവിടെ വേണമെങ്കിൽ തരാമെന്ന്. അങ്ങനെ ഞാൻ ആദ്യം വർക്ക് ചെയ്ത ഏരൂരിൽ തന്നെ ഒന്നുകൂടെ ഒരു 6 മാസം ഞാൻ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ജനറൽ ട്രാൻസ്ഫർ വന്ന സമയത്ത് എനിക്ക് പുനലൂർ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിൽ കിട്ടി. അന്ന് ശരിക്കും പുനലൂർ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റൽ എന്നല്ല, അന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റൽ പുനലൂർ എന്നേ പേരുള്ളൂ. 142 ബെഡേ ഉള്ളൂ. ഇപ്പോഴും അത്രയേ ഉള്ളെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ 11 നില എയർ കണ്ടീഷൻ്റെ ബിൽഡിങ്ങൊക്കെ ഉണ്ട്, ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിലും ബെസ്റ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. ശരിക്കും അത് ജില്ലാ ആശുപത്രി ആവാനുള്ള എല്ലാ സ്റ്റാൻഡേർഡും ഉണ്ട്, പക്ഷേ ജില്ലാ ആശുപത്രി ആക്കുന്നില്ല. കേരളത്തിലെ 11 നിലയുള്ള താലൂക്ക് ആശുപത്രി പുനലൂർ മാത്രമേ ഉള്ളെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ഞാൻ ആദ്യമായി 1982 ഞാൻ 1981 ഈ കൽക്കട്ടയിൽ പഠിക്കാൻ പോയത്. 82 സെപ്റ്റംബർ ആയപ്പം തിരിച്ചു വന്നു. 82 ഏപ്രിൽ തൊട്ട് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റൽ പുനലൂരാണ് പിന്നെ വർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ 16 വർഷം എനിക്ക് പുനലൂർ താലൂക്ക് ആശുപത്രി വർക്ക് ചെയ്യാൻ അവസരം കിട്ടി. ഞാൻ 1982 പുനലൂർ വന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഞാൻ വന്ന സമയത്ത് അവിടെ പീഡിയാട്രിഷ്യൻ ഇല്ലായിരുന്നു. ഒരു ND ചാക്യാർ എന്ന് പറയുന്ന വൈക്കത്തുള്ള ഒരു ഡോക്ടറായിരുന്നു അവിടുത്തെ സൂപ്രണ്ട്. ആ സൂപ്രണ്ട് ഒരു MBBS മാത്രമല്ല, പക്ഷേ അദ്ദേഹം എല്ലാ കേസും കൈകാര്യം ചെയ്യും. മെഡിസിൻ എല്ലാ കോംപ്ലിക്കേറ്റഡ് മെഡിക്കൽ കേസും കൈകാര്യം ചെയ്യും, എല്ലാ സർജറിയും ചെയ്യും. തൈറോയിഡ്, ഹെർണിയ, ഹൈഡ്രോസിൽ, പൈൽസ്, അങ്ങനെയുള്ള എല്ലാ സാധാരണ ഇപ്പോഴും ഒരു ജനറൽ സർജൻ ചെയ്യുന്ന എല്ലാ സർജറിയും അദ്ദേഹം ചെയ്യുമായിരുന്നു. ഗൈനക്കോളജി അദ്ദേഹം സിസേറിയൻ ചെയ്യുമായിരുന്നു, ഹിസ്റ്റക്ടമി സിസേറിയൻ ചെയ്യുമായിരുന്നു, ഡെലിവറി കണ്ടക്ട് ചെയ്യുമായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇവിടെ പീഡിയാട്രിക്സിൽ ആരുമില്ല, തൽക്കാലം ഇയാൾ പീഡിയാട്രിക്സിൽ വർക്ക് ചെയ്തത്, എന്നെ പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഏൽപ്പിച്ചു. അപ്പം ഞാൻ വരുന്നതിന് മുമ്പ് അതൊരു ജനറൽ ഫിസിഷ്യനാണ്, 2 ഫിസിഷ്യൻ ഉണ്ടായിരുന്നു. ഞാൻ ഇനിയുള്ള കാര്യങ്ങളിലൊന്നും പേര് പറയാൻ ആഗ്രഹിക്കുന്നത്, കാര്യം അവരെല്ലാം ഇപ്പോഴും ഉള്ളവരും കേൾക്കുന്നവരാണ്. അതുകൊണ്ട് ഞാൻ ആരുടെയും പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി തൊട്ട് ഞാൻ പേര് പറയുന്നതല്ല. ഈ ഞാൻ പറഞ്ഞ കല്ലറ PHCയിൽ ഇരുന്ന സമയത്ത് ആ മെഡിക്കൽ ഓഫീസർ മരിച്ചുപോയി. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ശശിധരൻ എന്നാണ്. നല്ലൊരു ഡോക്ടറായിട്ട് അദ്ദേഹം മരിച്ചുപോയി. ഇപ്പോൾ പുനലൂർ ആശുപത്രിയിലുള്ള എൻ്റെ കൂടെ വർക്ക് ചെയ്ത പല ഡോക്ടേഴ്സും മരിച്ചു പോയിട്ടുണ്ട്. മരിച്ചുപോയ പേര് മാത്രമേ ഞാൻ പറയാം. അപ്പം അന്ന് സൂപ്പുണ്ടായിരുന്നത് ഡോക്ടർ ചാക്കിയാണ്. അദ്ദേഹം ജീവിപ്പിച്ചിരിപ്പില്ല. അദ്ദേഹം വെറും MBBS ആണ്. കൽക്കട്ടയിൽ നിന്നാണ് അദ്ദേഹം MBBS പാസ്സായത്. അതായത് 1951 നമ്മുടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയത്. നമ്മൾ ഡോക്ടർ MS വയ്യത്താൻ, കൃഷ്ണദാസ്, CK കോവി, ലീലാമണി ആംബ്രോസ്, അങ്ങനെയുള്ള KP ചന്ദ്രശേഖർ തുടങ്ങിയവരെല്ലാം ഫസ്റ്റ് ബാച്ചിലാണ്. മാത്യു റോയ് സാറൊക്കെ സെക്കൻഡ് ബാച്ചാണെന്ന് തോന്നുന്നു. അങ്ങനെ ഫസ്റ്റ് ബാച്ചിൽ പഠിച്ച ആൾക്കാർ ഒരുപാട് പേര് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെ അതിന് മുമ്പാണ് ഇദ്ദേഹം MBBS പാസ്സായത്. കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രമാണ്. അപ്പോൾ കൽക്കട്ട മെഡിക്കൽ കോളേജിൽ നിന്നാണ് MBBS പാസ്. അദ്ദേഹത്തിന് അതുപോലെ നല്ല വിവരമുണ്ട്, എല്ലാ സബ്ജക്റ്റും കൈകാര്യം ചെയ്യും. അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞ് പീഡിയാട്രീഷ്യമാണ്. അങ്ങനെ ഞാൻ കുറേ നാൾ പീഡിയാട്രീഷ്യനായിട്ട് ഒരു കൊല്ലം പീഡിയാട്രീഷ്യനായിട്ടിരുന്നപ്പോൾ ആ ജനറൽ ട്രാൻസ്ഫറിൽ പീഡിയാട്രീഷ്യൻ അവിടെ വന്നു. അപ്പോൾ എന്നെ മാറ്റി. അപ്പോൾ അവിടുത്തെ ഒരു ഫിസിഷ്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചുപോയ ആളുടെ പേര് പറയാം, ഡോക്ടർ Y ബേബി എന്നായിരുന്നു. അദ്ദേഹം വോളണ്ടറി റിട്ടയർമെൻറ്റ് എഴുതി കൊടുത്ത് പോയി. അപ്പം വേറൊരു ഫിസിഷ്യൻ, ആ പീഡിയാട്രിക്സ് നോക്കിക്കൊണ്ടിരുന്ന ഫിസിഷ്യൻ്റെ ചാർജും കൊടുത്തു. പിന്നീട് എന്നെയും കൂടെ മെഡിക്കൽ കേസുകൾ നോക്കാൻ. അപ്പം വേറൊരു പീഡിയാട്രീഷ്യൻ വന്നു. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളായതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. അങ്ങനെ കുറച്ചാൾ കഴിഞ്ഞപ്പം അവിടുത്തെ RMO ട്രാൻസ്ഫറായിപ്പോയി. അപ്പോൾ എന്നെ അന്നത്തെ സൂപ്രണ്ട്, അപ്പം ഈ ചാക്യാർ സാറും ട്രാൻസ്ഫറായിപ്പോയി, വേറെ സൂപ്രണ്ട്. അദ്ദേഹം ഇപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ്, ഞാൻ പേര് പറയുന്നില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് RMO ആക്കാമെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ RMOയ്ക്കാണെങ്കിൽ അന്ന് ക്വാർട്ടേഴ്സൊക്കെ ഉണ്ട്. അപ്പം ഞാനന്ന് താമസിക്കുന്നത് എൻ്റെ വൈഫ്സ് ഹൗസിലാണ്. അപ്പോൾ ക്വാർട്ടേഴ്സ് തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ അടുത്ത് ബില്ലിംഗ് ആണോ എന്ന് ചോദിച്ചു. ബില്ലിംഗ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ DHSC പോയി ഒരു ഓർഡർ വാങ്ങിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ DHSC പോയി. അപ്പോൾ ഈ സാറ് വിളിച്ച് പറഞ്ഞിരുന്നു,
ഒരു ആറമ്മയായിട്ട് ഇന്നയാളെ ആക്കണമെന്നൊക്കെ റെക്കമെൻഡ് ചെയ്തു. ഞാൻ പോയി ഓർഡർ മാറ്റിവിട്ടത്. ഞാൻ 1982 തൊട്ട് 86 വരെ ഞാൻ അവിടുത്തെ ആറമ്മയായിരുന്നു. ആറമ്മ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴത്തെ ആറമ്മ ജോലി എനിക്കറിയാം. അന്നത്തെ ആറമ്മയ്ക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കാരണം ഡയറ്റ് കംപ്ലീറ്റ് ആറമ്മയാണ് നോക്കുന്നത്. അന്ന് പാലും ബ്രെഡും ഒക്കെ ഉണ്ട്, മുട്ടയുണ്ട്. പാല്, ബ്രെഡ്, മുട്ടയൊക്കെ സപ്ലൈ ഉണ്ട് ഉച്ചയ്ക്ക്. അതിൻ്റെ എല്ലാം റെസ്പോൺസിബിലിറ്റി ആറമ്മയ്ക്കാണ്. പിന്നെ അന്ന് ഒരു TV വാർഡുണ്ടായിരുന്നു. ഇപ്പോൾ 11 നില കെട്ടിടം ഇരിക്കുന്ന ആ സ്ഥലത്ത് ഈ റോട്ടറി ക്ലബ്ബ് ഓഫ് പുനലൂർ ഉണ്ടാക്കി കൊടുത്ത 2 TV വാർഡുണ്ടായിരുന്നു. ഒന്ന് മെയിൽ പേഷ്യൻസിനും ഒന്ന് ഫീമെയിൽ പേഷ്യൻറ്റ്. അപ്പം ഇത് 1982 കാലഘട്ടമാണ്. അന്ന് TB പേഷ്യൻസ് നമ്മൾ കിടത്തി ചികിത്സിക്കും. RNTCP, അതായത് റിവൈസ്ഡ് നാഷണൽ ട്യൂബർക്ലോസിസ് പ്രോഗ്രാം കണ്ടുപിടിച്ച് അന്ന് വന്നിട്ടില്ല. അതിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരുപാട് പേഷ്യൻ്റ് കിടപ്പുണ്ട്. പലരും ഈ TB മാറിയവരാണെങ്കിലും ചുമ്മാ അവിടെ വന്ന് കിടക്കും. അവർക്കെല്ലാം സ്ട്രെപ്റ്റോമൈസിൻ, INH, PIS അങ്ങനെയുള്ള മരുന്നുകളെ അന്നുള്ളൂ. ഈ പുതിയ ട്രീറ്റ്മെൻറ്റ് റെജീമൊന്നുമില്ല. അപ്പോൾ സ്ട്രെപ്റ്റോമൈസിനൊക്കെ 90 ഇഞ്ചക്ഷൻ 60 ഇഞ്ചക്ഷനൊക്കെ കൊടുക്കണം. അപ്പം ദൂരെയൊക്കെയുള്ള ആളുകൾ നമ്മളവിടെ കിടന്നു. അപ്പോൾ TB വാർഡിൻ്റെ ചാർജും എനിക്കായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ പോയി TB പേഷ്യൻസിനെയൊക്കെ നോക്കണം. അത് കഴിഞ്ഞ് മെഡിക്കൽ കേസുകളും ഞാൻ നോക്കുമായിരുന്നു. അങ്ങനെ മാത്രമല്ല ഈ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ചാർജും ഈ ആറമ്മയ്ക്കാണ്. ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറയാം, അന്നത്തെ കാര്യം. അപ്പോൾ ഒരു പോലീസ് പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിക്വസ്റ്റ് കൊണ്ടുവരുമ്പോൾ നേരെ ആറമ്മയാണ് കാണുന്നത്. അപ്പോൾ നമ്മളൊരു റോസ്റ്റർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുന്നത്. അന്ന് നമ്മുടെ 8 ഡോക്ടർമാരെ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ വന്ന കാലഘട്ടത്തിൽ. 7 ഡോക്ടേഴ്സ് പിന്നെ ഒരു സൂപ്രണ്ട്. അപ്പോൾ ഈ സൂപ്രണ്ട് മാത്രം പോസ്റ്റ്മോർട്ടം ചെയ്യത്തില്ല. ബാക്കി 7 പേർക്ക് ബൈ റൊട്ടേഷൻ നമ്മൾ കൊടുക്കും. ഓരോരുത്തരും ഇപ്പോൾ ഇന്ന് 2 പോസ്റ്റ്മോർട്ടം ഉണ്ടെങ്കിൽ ഒരാൾ ചെയ്യും, വേറൊരാൾ അടുത്തയാൾ, അങ്ങനെ ഊഴം വെച്ചാണ് ചെയ്യുന്നത്. അപ്പം ആരും നമ്മളിപ്പോൾ ആ ഡോക്ടർ അവൈലബിൾ അല്ല, ആ റൊട്ടേഷനുള്ള ഡോക്ടർ അവൈലബിൾ അല്ല, അടുത്ത ഡോക്ടറും ഇല്ലെങ്കിൽ നമ്മൾ ഈ ആറമ്മോ തന്നെ ചെയ്തു കൊടുക്കും. അപ്പോൾ അവിടെ എല്ലാ ദിവസവും 2, 3 പോസ്റ്റ്മോർട്ടം വരും. പോസ്റ്റ്മോർട്ടത്തിന് പ്രത്യേക മുറിയൊക്കെ ഉണ്ട്. പിന്നീട് അപ്പം ഡയറ്റിൻ്റെ കാര്യം, പിന്നെ ഈ ഡോക്ടർമാരുടെ ഡ്യൂട്ടിയൊക്കെ ഇടുന്നതും ഈ ആറമ്മയാണ് അറേഞ്ച് ചെയ്യാനുള്ളത്. ഇതിൽ സൂപ്പറിൻ്റെ അതിനകത്ത് ഒപ്പിടും. അങ്ങനെ ആറമ്മയ്ക്ക് ഭയങ്കര ഭാരിച്ച ഉത്തരവാദിത്വമാണ്. ഇപ്പോഴത്തെ കാര്യം എനിക്കറിഞ്ഞുള്ളൂ. ഞാൻ പെൻഷനായിട്ട് 20 കൊല്ലമായി. അതുകൊണ്ട് എനിക്ക് ഇപ്പോഴത്തെ കാര്യം അറിയുന്നത് ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഡോക്ടർമാരുടെ എണ്ണം കൂടിയിട്ടുണ്ട്. 10-18 ഡോക്ടർമാരുണ്ട്. അതുപോലെ അന്ന് ഞങ്ങൾ തന്നെയാണ് ഡ്യൂട്ടി എടുക്കുന്നത്. ഒരു ഡോക്ടർക്ക് ഡേ ഡ്യൂട്ടി, വേറെ ഡോക്ടർക്ക് നൈറ്റ് ഡ്യൂട്ടി. അപ്പോൾ ഈ ഡേ ഡ്യൂട്ടി ഡോക്ടറുടെ സമയം രാവിലെ 8 മണി തൊട്ട് രാത്രി 8 മണി വരെയാണ്. അദ്ദേഹം രാവിലെ 8 തൊട്ട് കുറച്ച് നേരം OP-യിലിരിക്കും. അത് കഴിഞ്ഞ് നേരെ ആഫ്റ്റർനൂണിൽ അദ്ദേഹം മാത്രമേ ആശുപത്രി കാണൂ. ഈ ഡ്യൂട്ടി ഡോക്ടർ മാത്രമേ ആശുപത്രി കാണത്തുള്ളൂ. അപ്പോൾ അദ്ദേഹം ഇറസ്പെക്റ്റീവ് ഓഫ് ഹിസ് സ്പെഷ്യാലിറ്റി എല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ പീഡിയാട്രീഷ്യൻ ആണെങ്കിലും ഒരു ഹാർട്ട് അറ്റാക്ക് പേഷ്യൻ്റ് നോക്കണം, ഒരു സർജറി കേസ് വന്നാൽ, ഇഞ്ചുറി കേസ് വന്നാൽ തയ്യലിടണം, പ്രസവ കേസ് വന്നാൽ പ്രസവം, എല്ലാം ചെയ്യാൻ ഒരു ഡോക്ടറേ ഉള്ളൂ. കാര്യം നമ്മളെ പോസ്റ്റ് ചെയ്തിരിക്കുന്ന അസിസ്റ്റൻറ്റ് സർജൻ എന്നും പറഞ്ഞാണ്, അല്ലാതെ സ്പെഷ്യാലിറ്റി കേഡറെന്ന് ഇല്ലായിരുന്നു. അസിസ്റ്റൻറ്റ് സർജൻ, സിവിൽ സർജൻ, ഡെപ്യൂട്ടി DHS, അഡീഷണൽ DHS, ഇതാണ് അന്നത്തെ ഹെൽത്ത് സർവീസിലെ സ്ട്രക്ചർ. അത് കഴിഞ്ഞ് മാത്രമല്ല അന്ന് വേറൊരു പ്രത്യേകത, ഈ പ്രതാപൻ കമ്മീഷൻ വരുന്നതിന് മുമ്പുള്ള കാര്യമാണെങ്കിൽ ഈ അസിസ്റ്റൻറ്റ് സർജനും സിവിൽ സർജനും തമ്മിൽ ഇഷ്ടം പോലെ പോസ്റ്റ് ചെയ്യാം. അസിസ്റ്റൻറ്റ് സർജൻ്റെ വേക്കൻസിയിൽ സിവിൽ സർജനെ പോസ്റ്റ് ചെയ്യാം, സിവിൽ സർജൻ്റെ പോസ്റ്റിൽ അസിസ്റ്റൻറ്റ് സർജനെ പോസ്റ്റ് ചെയ്യാം. ഈ പ്രതാപൻ കമ്മീഷൻ വന്നതിന് ശേഷമാണ് അസിസ്റ്റൻറ്റ് സർജൻ സിവിൽ സർജൻ്റെ റേഷ്യോ മാറ്റി 3:1 ആക്കിയത്. അതായത് 3 അസിസ്റ്റൻറ്റ് സർജന്, ഒരു സിവിൽ സർജൻ. അപ്പോൾ 6 ഡോക്ടർമാരുടെ സ്ഥലത്താണ് ഈ 2 സിവിൽ സർജനെ പാടുണ്ട്. 9 ഡോക്ടർമാരുണ്ടെങ്കിൽ 3 സിവിൽ സർജൻ. അതൊക്കെ വരുന്നത് പ്രതാപൻ കമ്മീഷൻ്റെ റിപ്പോർട്ട് നടപ്പാക്കിയതിന് ശേഷമാണ്. അന്ന് അങ്ങനെയൊന്നുമില്ല. അസിസ്റ്റൻറ്റ് സർജനും സിവിൽ സർജനും എല്ലാം ഒരുപോലെ തന്നെ. ശമ്പളത്തിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഡ്യൂട്ടി എടുക്കണം. പിന്നെ ഡ്യൂട്ടി എടുക്കുന്നതിൽ ചില നിർദ്ദേശങ്ങളൊക്കെ സർക്കാർ വെച്ചിട്ടുണ്ട്. അതായത് 50 വയസ്സ് കഴിഞ്ഞാൽ ഡ്യൂട്ടി എടുക്കണ്ട, അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ഡേ ഡ്യൂട്ടി, നൈറ്റ് ഡ്യൂട്ടിയും എടുക്കണം. പിന്നീട് അപ്പം 7 ഡോക്ടർമാരുണ്ട്. അപ്പോൾ 6 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഡേ ഡ്യൂട്ടി വരും, 6 ദിവസം കഴിയുമ്പോൾ നൈറ്റ് ഡ്യൂട്ടി വരും. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞാൽ ഒരു ദിവസം ഓഫ് എടുക്കാം. പിന്നെ ഈ സൺഡേ ഡ്യൂട്ടി ബൈ റൊട്ടേഷനാണ്. അപ്പോൾ ഈ സൺഡേ എനിക്കാണ് ഡ്യൂട്ടി എങ്കിൽ അടുത്ത സൺഡേ വേറൊരാൾക്ക്. അല്ലെങ്കിൽ പിന്നെ സ്ഥിരം ഫിക്സഡ് ഡ്യൂട്ടി വരും. അതുകൊണ്ട് ഫിക്സഡ് ഡ്യൂട്ടി അല്ല, ബൈ റൊട്ടേഷനാണ്. അങ്ങനെ കുറേ നാൾ ഇരുന്ന സമയത്ത് 1986 ആയപ്പോൾ അപ്പം ഞാൻ എല്ലാ വർഷവും ഞാൻ ഹെൽത്ത് സർവീസിലെ ഡോക്ടേഴ്സിന് ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് പഠിക്കണതിന് കോട്ടയുണ്ട്. അപ്പം ഞാൻ യഥാർത്ഥത്തിൽ DTM പഠിക്കാൻ പോയത്
ഈ DTM പാസ്സായി കഴിഞ്ഞാൽ ജനറൽ മെഡിസിൻ MDക്ക് വെയിറ്റേജ് കിട്ടും, 10% മാർക്ക് കൂടെ കിട്ടും. അപ്പോൾ ആ കാലഘട്ടത്തിൽ വക്കം പുരുഷോത്തമൻ ആണ് ഹെൽത്ത് മിനിസ്റ്റർ. നമ്മുടെ ലില്ലി പുരുഷോത്തമൻ എന്ന് പറയുന്ന മാഡത്തിൻ്റെ ഹസ്ബൻഡാണ് വക്കം പുരുഷോത്തമൻ. അദ്ദേഹം ഇവിടുത്തെ സ്പീക്കറായിരുന്നിട്ടുണ്ട്, ആൻഡമാനിലെ ലഫ്റ്റനൻറ്റ് ഗവർണറായിട്ടുണ്ട്, അന്ന് ഹെൽത്ത് മിനിസ്റ്ററായിരുന്നു. അദ്ദേഹം ഒരു റൂള് കൊണ്ടുവന്നു. അതായത് വക്കം പുരുഷോത്തമൻ ആ റൂൾ കൊണ്ട് വരുന്നതിനുള്ള റൂൾ എന്ന് വെച്ചാൽ ഈ ഹെൽത്ത് സർവീസ് കാൻഡിഡേറ്റ്സിന് 1 വർഷത്തേക്ക് 2 മാർക്കിൻ്റെ ആനുകൂല്യം കിട്ടും. ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. അപ്പോൾ 10 കൊല്ലം സർവീസുള്ള ഒരു ഹെൽത്ത് സർവീസിലെ ഡോക്ടർക്ക് 20% മാർക്കാണ് കിട്ടുന്നത്. അപ്പോൾ 10-12 കൊല്ലം കഴിഞ്ഞാൽ ഏത് MDക്കോ MSനോ ഗൈനക്കിനോ പീഡിയാട്രിഷനോ എല്ലാത്തിനും സർവീസിൻ്റെ വെയിറ്റേജ് അനുസരിച്ച് അവർക്ക് അഡ്മിഷൻ കിട്ടും. ചുരുക്കം പറഞ്ഞാൽ ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി എല്ലാം വയസ്സന്മാരാണ്. 10-15 കൊല്ലം സർവീസുള്ള ഡോക്ടർമാർക്കായിരിക്കും അഡ്മിഷൻ കിട്ടുന്നത്. അങ്ങനെ ഒരാൾ കൊണ്ട് ഹൈക്കോടതി കേസ് കൊടുത്തു. അങ്ങനെ അന്നത്തെ ആ കേസിൻ്റെയൊക്കെ ഇതുകൊണ്ട് ഒരു റൂള് വെച്ച് PG ഡിഗ്രിക്ക്, അതായത് MD MS പോലത്തെ ഡിഗ്രിക്ക് 10% സീറ്റ് അസിസ്റ്റൻറ്റ് സർജൻസ്, അതായത് ഹെൽത്ത് സർവീസ് ഡോക്ടേഴ്സിന് മാറ്റിവെക്കണം. ഡിപ്ലോമയ്ക്ക് 30% സീറ്റ്സ് ഈ അസിസ്റ്റൻറ്റ് സർജൻസിന് മാറ്റിവെക്കണം. അതുപോലെ മെഡിക്കൽ കോളേജ് സർവീസിലുള്ള ട്യൂട്ടേഴ്സ്, അതായത് അവർക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇല്ലെങ്കിൽ അവർക്ക് ഡിഗ്രിക്ക് 30%, ഡിപ്ലോമയ്ക്ക് 10%, അങ്ങനെ റൂളുണ്ടാക്കി വെച്ചു. അങ്ങനെ വന്നപ്പോൾ DTM പാസ്സായി വന്ന എനിക്ക് അതിൻ്റെ വെയിറ്റേജ് എടുത്ത് കളഞ്ഞു. ആ വെയിറ്റേജ് ഇല്ലാതെയായി. അപ്പോൾ ഈ ഹെൽത്ത് സർവീസിൽ ഇരുന്ന സീനിയോറിറ്റിക്ക് മാത്രമേ അറിയൂ. അപ്പോൾ ഞാൻ 76-ലാണ് സർവീസിൽ കയറിയത്. 86 എനിക്ക് 10 കൊല്ലത്തെ സർവീസ് ചെയ്യണം. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് MSനെ കിട്ടിയുള്ളൂ, MDക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു 1-2 വർഷം കൂടെ വെയിറ്റ് ചെയ്താൽ MDക്ക് കിട്ടും. ഞാൻ MDക്ക് പഠിക്കാൻ വേണ്ടിയാണല്ലോ DTM കിട്ടുന്നത്. അപ്പോൾ എൻ്റെ കൂടെ അന്ന് 2 സർജന്മാരവിടെ ആശുപത്രിയുണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇവരൊക്കെ പെൻഷനാക്കി. അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഇയാൾക്ക് MS പോലത്തെ ഒരു ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടിയിട്ട് വേണ്ടെന്ന് വെച്ചാൽ അത് കഷ്ടമാണ്. ഇയാൾക്കറിയാം അടുത്ത കൊല്ലം ചിലപ്പോൾ ഈ റൂളായിരിക്കണമെന്നില്ല, ചിലപ്പോൾ ഈ വെയിറ്റേജ് എടുത്ത് കളയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കിട്ടിയത് കളയണ്ട, ഇയാൾ MSന് കിട്ടും, വേണ്ട മെഡിക്കൽ കോളേജ് MSന് അഡ്മിഷൻ കിട്ടുക എന്ന് വെച്ചാൽ വലിയ പാടാണ്. ഇയാൾ അതുകൊണ്ട് കളയരുത്, ഇയാൾ പൊയ്ക്കോ, MD ക്കാളും നല്ലത് MS ആണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ സ്ക്രൂ കയറ്റി ഞാൻ ആ കോഴ്സിനെ MSന് ജോയിൻ ചെയ്യാൻ. അങ്ങനെ ഞാൻ 1982 തൊട്ട് 86 വരെ പുല്ലൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ RM ആയിരുന്നു, അസിസ്റ്റൻറ്റ് സർജനായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ 86 സ്റ്റഡി ലീവ് എടുത്ത് പിന്നെ മെഡിക്കൽ കോളേജിൽ MSന് പഠിക്കാൻ പോയി. അപ്പം പുല്ലൂർ ഗവൺമെൻറ് ആശുപത്രി വെച്ച് ഞാൻ പീഡിയാട്രിഷി വർക്ക് ചെയ്തിട്ടുണ്ട്, മെഡിസിനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നീട് ട്യൂബർക്ലോസിസ് വാർഡിൻ്റെ ചാർജും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സീരിയസ് പേഷ്യൻസിനെയൊക്കെ നോക്കാനും അവിടെയും ഡെലിവറി കേസൊക്കെ കണ്ടക്ട് ചെയ്യണമായിരുന്നു, ഇഞ്ചുറികളൊക്കെ വന്നാൽ നോക്കണമായിരുന്നു. അന്ന് അവിടെ ഓർത്തോപീഡിയ ഇല്ലായിരുന്നു. കോളീസ് ഫ്രാക്ചറൊക്കെ വന്നാൽ നമ്മൾ തന്നെ റിലീസ് ചെയ്യുമായിരുന്നു. സർജറി അന്ന് ഈ ഓർത്തോപീഡിയ ഇത്രയും സർജറി പോപ്പുലർ അല്ലായിരുന്നു. ഇപ്പം ഈവൻ കോളീസ് ഫ്രാക്ചറിന് പോലും സർജറിയാണ് അഡ്വൈസ് ചെയ്യുന്നത്. അന്ന് അത്ര ഓർത്തോപീഡിയ അത്ര വികസിച്ചിട്ടില്ല. ഓർത്തോപീഡീഷ്യന്മാരുടെ എണ്ണം വളരെ കുറവായിരുന്നു. സീരിയസ് ആയിട്ടുള്ള ഓർത്തോപീഡിക് പ്രോബ്ലം എല്ലാം നമ്മൾ മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്യും. അന്ന് വേറെ ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള വലിയ ആശുപത്രികളൊന്നും അന്നില്ലായിരുന്നു. ഈവൻ കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റൽ പിന്നെയാണ് വന്നത്. ഒരു ഹോസ്പിറ്റൽ വലിയ ഇപ്പോഴത്തെ ടെർഷറി കെയർ സെൻ്ററിലുള്ള ആശുപത്രി ഒന്നും അന്നില്ലായിരുന്നു. അന്നത്തെ തിരുവനന്തപുരത്തെ ആശുപത്രി ഒന്ന് ഗോവിന്ദൻ സിറ്റി നഴ്സിംഗ് ഹോം, പിന്നെ ശ്രീരാമകൃഷ്ണ മിഷൻ ശാസ്ത്രമംഗലത്ത്, അങ്ങനെയൊക്കെ ഉള്ള 1-2 ചെറിയ പ്രൈവറ്റ് ഹോസ്പിറ്റൽസേ ഉണ്ടായിരുന്നുള്ളൂ. കോസ്മോയൊക്കെ ഞാൻ MSന് പഠിച്ചുകൊണ്ടിരുന്ന ആ കാലഘട്ടത്തിലാണ് കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റൽ തുടങ്ങിയത്. 89-90 അപ്പം ഞാൻ പുല്ലൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് നേരെ പോയത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ MS പഠിക്കാനാണ്. ഞാൻ ഇനി ബാക്കി കാര്യങ്ങൾ എൻ്റെ PG കോഴ്സിൻ്റെ കാര്യവും പിന്നെ തിരിച്ച് ഞാൻ ഹെൽത്ത് സർവീസിൽ ജോയിൻ ചെയ്ത് വന്ന മറ്റ് ഹോസ്പിറ്റലിലെ കാര്യവും ഞാൻ അടുത്ത വീഡിയോയിലിടാം. ഇന്ന് ഞാൻ പുല്ലൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലുള്ള കാര്യമാണ് പറഞ്ഞത്. അവിടെ എനിക്ക് നല്ല ഒരുപാട് അനുഭവങ്ങളുണ്ടായിരുന്നു. അതിലെല്ലാം ഒന്നും ഞാൻ പങ്കുവയ്ക്കുന്നില്ല. ആ സമയത്താണ് ഈ മദ്യദുരന്തം ഉണ്ടായി, പുല്ലൂർ മദ്യദുരന്തം ഉണ്ടായി. ആദ്യം ഒരു ഹാർട്ട് പേഷ്യൻ്റ് വന്ന് ചെസ്റ്റ് പെയിനായിട്ട് വന്ന് ഹാർട്ട് അറ്റാക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ അന്നത്തെ സീനിയർ ഫിസിഷ്യൻ നോക്കി ഇച്ചു കഴിഞ്ഞപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ അടുത്ത കേസ് ഹാർട്ട് അറ്റാക്ക്. അങ്ങനെ 2-3 ഹാർട്ട് അറ്റാക്ക് ഒരുമിച്ച് വന്നപ്പോൾ സസ്പെൻഷൻ വന്ന് മെഡിക്കൽ കോളേജ് വിട്ട് അവർ നോക്കിയപ്പോഴാണ് അറിയുന്നത് മീഥൈൽ ആൽക്കഹോളിൻ്റെ പോയിസണാണ്. അത് ഭയങ്കര പ്രശ്നമായി.
എൻക്വയറിയൊക്കെ വന്ന് അങ്ങനെയാണ് അന്നത്തെ ആ ഡോക്ടർ വോളണ്ടറി റിട്ടയർമെൻറ്റ് എഴുതി കൊടുത്തത്. അങ്ങനെ ഇതുകൊണ്ട് പിന്നെ ആക്സിഡൻറ്റുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. ആക്സിഡൻറ്റൊക്കെ വരുമ്പോൾ ഇപ്പോഴത്തെ പോലെ അല്ല, പിന്നീട് നമ്മളെ ആൾക്കാരെല്ലാം വിളിക്കും, മറ്റ് ഡോക്ടേഴ്സിനെയും കൂടെ വിളിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ബസ് ആക്സിഡൻറ്റ് വന്ന് 30-40 പേരെ ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ എല്ലാ ഡോക്ടേഴ്സിനെയും വിളിക്കും. ഞാൻ പറഞ്ഞല്ലോ 7-8 ഡോക്ടേഴ്സേ ഉള്ളൂ. ഏതെങ്കിലും ഒരു ഡോക്ടർക്കായിരിക്കും ഡേ ഡ്യൂട്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടർക്കാരായി. അപ്പം നമ്മൾ എമർജൻസി വിളിക്കുമ്പോൾ നമ്മളെല്ലാം പോകാൻ ബാധ്യസ്ഥരാണ്. എല്ലാവരും 24 മണിക്കൂർ ഓൺ കാൾ ഡ്യൂട്ടി കൂടെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. എല്ലാ ഡോക്ടേഴ്സുമായിട്ടും നമുക്ക് നല്ല സഹകരണമായിരുന്നു. ഡ്യൂട്ടിയൊക്കെ RMO ഒരു ഡ്യൂട്ടി ഡോക്ടർ വന്നില്ലെങ്കിൽ RMO ഡ്യൂട്ടി എടുക്കുന്നത്. അങ്ങനെ ഞാൻ പലരുടെയും ഡ്യൂട്ടി എടുത്തിട്ടുണ്ട്. ഇതിന് പറയുന്നത് ഒരു പ്രാവശ്യം തിരുവോണത്തിൻ്റെ അന്ന് ഞാനൊരു മുസ്ലിം ഡോക്ടറാണ് ഡ്യൂട്ടി കിട്ടുന്നത്. ആ ഡോക്ടർ അസൗകര്യമായിട്ട് വന്നില്ല. അപ്പോൾ എന്നെ വിളിച്ച് പറയാം ഡ്യൂട്ടി ഡോക്ടർ വന്നില്ലെന്ന്. അങ്ങനെ ഞാൻ തിരുവോണത്തിൽ നിന്ന് വരെ പോയി ഡ്യൂട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ RMO ആയിരുന്ന സമയത്ത്. ഇത്രയാണ് എനിക്ക് തൽക്കാലം പറയാനുള്ളത്. ഇപ്പം തന്നെ 25 മിനിറ്റായി. ഇനി ഞാൻ PGക്ക് പോയ കാര്യം, അതിന് ശേഷമുള്ള കാര്യങ്ങളും ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. മിക്കവാറും എല്ലാ ദിവസവും ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതാണ്. താങ്ക് യു വെരി മച്ച്.